ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വെറും 5 മിനിറ്റ് മതി കേട്ടോ. അത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് രുചിയാണ്. നമ്മളിത് ഉണ്ടാക്കുന്നത് ബിസ്ക്കറ്റ് വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണോ ഇല്ല വെച്ചാൽ ആ ബിസ്ക്കറ്റൊക്കെ വെച്ചുണ്ടാക്കാം. അധികം ഉപ്പില്ലാത്ത ബിസ്ക്കറ്റ് ഏതാണോ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് തീ പോലും കത്തിക്കാതെ പെട്ടെന്ന് നമുക്ക് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും റിലേറ്റീവിനൊക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ അതിനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കേക്കിന് എടുക്കുന്ന അത്രയ്ക്കും തിക്ക് വേണ്ട കേട്ടോ. ഒരു കുറഞ്ഞ തിക്കിൽ മതി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ബീറ്റർ ഉണ്ടെങ്കിൽ ഫ്രോക്ക് വെച്ചിട്ട് നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ചെയ്താലും പുഡിങ്ങിന് നമുക്ക് ശരിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഞാൻ 1 കപ്പ് പാലാണ് കേട്ടോ. ആ പാലിക്ക് ഇനി ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഇനി പാല് മാത്രം ഷീസൂട്ടി അതിൽ നടക്കുന്നുണ്ട് കേട്ടോ. പാല് കുറച്ചുള്ളെങ്കിൽ കുറച്ച് പാലും പകുതി വെള്ളം വേണമെങ്കിൽ എടുക്കാം. ഞാൻ 10 രൂപയുടെ 2 പാക്ക് പാർലേജ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിൽ ഇങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബിസ്ക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റ് വെച്ച് ഉണ്ടാക്കിയതാണെന്നൊന്നും തോന്നില്ല, അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. ഇനി ഓരോന്നും നമുക്ക് ഈ പാലിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ഇടയ്ക്ക് ലാസ്റ്റ് അതിൻ്റെ മേലെ കൂടെ ഒന്നും പാടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇടകളൊക്കെ ഒന്ന് ശരിയായി കിട്ടും. ഈ ഇടകളിൽ ഇങ്ങനെ ഓരോ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഒരു ലെയർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും പാടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതും അതുപോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ക്രീം ഒന്നും പാടാക്കി കൊടുക്കാം. ഇനി ഫുള്ളായിട്ട് ക്രീം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വരെ നല്ലവണ്ണം തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. പിന്നെയാണ് ഇതിൻ്റെ മുകളിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാനൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇങ്ങനെ അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നില്ല കേട്ടോ, വേണമെന്നുള്ളവർ ചെയ്യുക. അല്ലെങ്കിൽ ബൂസ്റ്റ് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് നല്ലവണ്ണം തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കേ, സിമ്പിൾ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയ കുട്ടികളെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഒരുപാട് ഇഷ്ടമാവും, നമുക്കും ഇഷ്ടമാവും. അപ്പോൾ ഓക്കേ, ബൈ.